യോഗ നടപടികൾ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ വാക്കബി അവറുകളെ, NDF-നെ താത്വികമായി നയപരമായ വിഷയങ്ങൾ വിശദീകരിച്ച തേജസ് പത്രത്തിന്റെ എഡിറ്ററും മുഖ്യപ്രഭാഷകനുമായ കോയ സാഹിബ്, വേദിയിലും സദസ്സിലുമുള്ള സഹോദരന്മാരെ, പ്രിയപ്പെട്ട നാട്ടിലെ കാരണവന്മാരെ, സഹോദരൻ, പ്രപഞ്ചനാഥന്റെ അനുഗ്രഹം നമ്മളിൽ സദാ വർഷിക്കുമാറാവട്ടെ. ഇന്ന് കാലത്ത് കരിങ്കല്ലത്താണിയിൽ നിന്നും പ്രയാണം ആരംഭിച്ച വാഹനജാഥ ഇവിടെ സമാപിക്കുകയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് ആളുകളിൽ പ്രതിരോധം അപരാധമല്ല ഈ സന്ദേശം അവരുടെ മനസ്സുകളിൽ ഒരു പുത്തൻ ഉണർവുണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾ മുന്നേറുമ്പോൾ ഇതുപോലെ ഒരു ജാഥ അങ്ങ് തിരൂരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത, യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ ആശയ പ്രചരണവുമായി തിരൂരിലെ കൂട്ടായിലൂടെ മുന്നേറുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തകന്മാർക്ക് നേരെ മാരകായുധങ്ങളുമായി ചെല്ലുകയും അവരെ അടിച്ചൊതുക്കുകയും അവരെ പരിക്കേൽപ്പിക്കുകയും ചെയ്ത വിവരം നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് സംസ്ഥാനത്തിൽ ഭരണത്തിലിരിക്കുമ്പോൾ ആ പാർട്ടി ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന നിഷേധാത്മകമായ നിലപാടിനെക്കുറിച്ച് ഞങ്ങൾ സംസ്ഥാനത്ത് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നിഷേധാത്മകമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുസ്ലിം വിരോധം തനക്ക് പിടിച്ചതുകൊണ്ട് മുസ്ലിംകളിൽ നിന്നുള്ള ഒരു വിഭാഗത്തെ ഉപയോഗപ്പെടുത്തി മുസ്ലിം താൽപര്യം നിലനിൽക്കുന്ന മേഖലകളിൽ കലാപവും കുഴപ്പവും സൃഷ്ടിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പറവണ്ണയും കൂട്ടായിലും സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി DYFIയുടെ പ്രവർത്തകന്മാർ ഇവിടെ റാലിയും പരേഡുകളും സംഘടിപ്പിക്കുമ്പോഴും അവരുടെ ആളുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ അടിക്കുകയും ഒതുക്കുകയും ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കളിക്കുകയായിരുന്നു. നമുക്കറിയാം, ആ ഒരു രീതിയിലെവിടെയാണ് NDF-ന്റെ ആശയ പ്രചരണത്തെ തടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഞങ്ങൾ വിനയത്തോടുകൂടി ചോദിക്കട്ടെ, ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ആശയ പ്രചരണത്തെ ഏതെങ്കിലും ഒരു വടി കൊണ്ടടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഒതുക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് ഇതിനെ നശിപ്പിക്കാൻ കഴിയില്ല. ആണത്തത്തോടുകൂടി ഞങ്ങൾ പറയുന്നു, കണ്ണൂരിൽ പ്രതിരോധം അപരാധമല്ല എന്ന പ്രമേയം ഞങ്ങൾ വിശദീകരിച്ചു. ഞങ്ങളുടെ പ്രാസംഗികന്മാരുടെയും പ്രവർത്തകന്മാരുടെയും ശരീരത്തിൽ ഒരു മണൽത്തരി പോലും വീഴാതെ ഞങ്ങൾ പ്രചരണം നടത്തിയിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയുടെ മുക്കുമൂലകളെ ചുവപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സകല കോട്ടളങ്ങളെയും തല്ലി തകർത്തുകൊണ്ട് ന്യൂനപക്ഷ വിശ്വാസികളുടെ മനസ്സിൽ, മുസ്ലിംകളുടെ മനസ്സിൽ നവാവേശം സൃഷ്ടിച്ചുകൊണ്ട് NDF ചരിത്രം രചിക്കുക തന്നെ ചെയ്യും. അതിനെ തടുക്കുന്നത് താൻ നിങ്ങൾക്കാകില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുക. ഞങ്ങൾക്കറിയാം, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സാമ്രാജ്യത്വ വിരുദ്ധത്തിന്റെ പ്രതീകമായി ഇവിടെ സദ്ദാം ഹുസൈന്റെ ഫോട്ടോ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തവകാശമുണ്ട് സാമ്രാജ്യത്വ വിരുദ്ധം പറയാൻ? സാമ്രാജ്യത്വത്തിന് വേണ്ട സകല വിടുവേലകളും ചെയ്തു സാമ്രാജ്യത്വ കുത്തക മുതലാളിമാരെ നിങ്ങൾ പച്ചപ്പരവതാനി വിരിച്ച് നിങ്ങൾക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലേക്ക് വിളിച്ചു വരുത്തുന്ന നിങ്ങൾ ആശയ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിൽക്കുമ്പോഴാണ് ലോകത്ത് സാമ്രാജ്യത്വത്തെ പ്രതിരോധിച്ച് ഇന്ന് നിൽക്കുന്ന ഏക പ്രത്യയശാസ്ത്രം അത് വിശുദ്ധ ഇസ്ലാം മാത്രമാണ്. ആ വിശുദ്ധ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അമേരിക്കയുടെ കിരാതമായ ആക്രമണ പ്രവർത്തനത്തിന്റെ ഇരയായി ഇറാഖിന്റെ പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ തൂക്കുമരത്തിലേക്ക് അടുത്തു ചെന്നപ്പോ ഏറ്റവും നമ്മളെ സ്വാധീനിക്കുന്ന ആ ഫോട്ടോ വെച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ പ്രചരണ പ്രവർത്തനവുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ ആ ഫോട്ടോയുടെ പൂർണ്ണരൂപം പ്രസിദ്ധീകരിക്കണം. സദ്ദാം ഹുസൈയുടെ പകുതി ഭാഗമേ നിങ്ങൾ പ്രദർശിപ്പിക്കുന്നുള്ളൂ. സദ്ദാമിന്റെ വലത്തെ കയ്യിൽ ശുദ്ധിയോടുകൂടി പിടിച്ച വിശുദ്ധ ഖുർആന്റെ ഒരു കോപ്പിയുണ്ട്. മൂലധനമല്ല സഖാക്കളെ, സദ്ദാം ഹുസൈൻ തൂക്കുമരത്തിലേക്ക് ചെല്ലുമ്പോൾ പിടിച്ചത്, അദ്ദേഹം ഒരുമിച്ചത് ഈ ഗുലാബ് സിന്ദാബ എന്ന് പറഞ്ഞുകൊണ്ടല്ല അദ്ദേഹം മരണം പുൽകിയത്.
അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് സാമ്രാജ്യത്വത്തിന്റെ ഇരയായി സദ്ദാം ലോകത്തോട് വിട പറഞ്ഞത്. ആ സദ്ദാമിന്റെ ഫോട്ടോ വെച്ച് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ സ്വാധീനമർപ്പിക്കാൻ വരുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോട് ഞങ്ങൾ ചോദിക്കട്ടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു പ്രവർത്തകൻ തലശ്ശേരിയിൽ ഫസൽ സാഹിബ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകൻ കഴിഞ്ഞ പെരുന്നാളിന്റെ ഒരു ദിവസം മുൻപ് വീട്ടിൽ നിന്ന് അത്തായം കഴിച്ച് നോമ്പെടുക്കുന്നതിന് വേണ്ടി നെയ്യത്ത് കരുതി പള്ളിയിലേക്ക് എഴുതിക്കാതിരിക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോ സുബഹിയുടെ തൊട്ടു മുമ്പ് വീട്ടിൽ നിന്ന് അത്തായം കഴിച്ച് പുറപ്പെട്ട ഫസൽ സാഹിബിനെ വധിച്ചിട്ട് 6 മാസം കഴിഞ്ഞു. കോടിയേരി ബാലകൃഷ്ണൻ നമ്പ്യാരുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ നിയോജക മണ്ഡലത്തിലെ ഹൃദയഭാഗത്ത് വെച്ച് തലശ്ശേരിയിൽ വെച്ച് എന്താണ് നിങ്ങൾ പ്രതികളെ പിടികൂടാത്തത്? RSSകാരാണെന്നാണ് CPM പറഞ്ഞത്. RSSകാരാണെങ്കിൽ എന്തേ നിങ്ങൾക്ക് പിടിച്ചുകൂടായിരുന്നില്ലേ? പക്ഷെ ഇതുവരെ പിടിച്ചിട്ടില്ല. അന്വേഷണം ഏകദേശം അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒക്കെയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മാറ്റി അന്വേഷണം അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ CBIക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾ പറയുമ്പോഴും അവിടെ വിലങ്ങുതടിയായി ഭരണവർഗം തടസ്സം നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനെ വധിച്ചു കളഞ്ഞത് CPM ആണെന്ന് ന്യായമായും ഞങ്ങൾ സംശയിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരോടും നേതൃത്വത്തോടും ഞങ്ങൾ വിനയത്തോടുകൂടി സ്നേഹത്തോടുകൂടി തന്നെ പറയട്ടെ, കടം വെച്ചേച്ച് മരിച്ചു പോകാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. ഇൻഷാ അല്ലാഹ് അത്തരം കടങ്ങളൊക്കെയും കൃത്യമായി തീർത്ത് തന്നെയായിരിക്കും ഞങ്ങളുടെ പ്രവർത്തകന്മാർ ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ മരിച്ചു പോകൂ എന്ന് ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആദർശം കൊണ്ട് നേരിടണം. പകരം അപവാദ പ്രചരണങ്ങളും അസത്യ ജൽപ്പനങ്ങളും നടത്തിയിട്ടല്ല സഖാക്കളെ ആദർശത്തെ നേരിടേണ്ടത്. 24 മണിക്കൂർ കൊണ്ട് LDFനെ മൂക്കിൽ വലിച്ചു കളയുമെന്നാണ് സഖാവ് TK ഹംസ പ്രസംഗിച്ച് നടക്കുന്നത്. അതിവേഗതയിൽ LDFനെ നശിപ്പിക്കാൻ കേവലം 24 മണിക്കൂർ മതിയത്രേ. കുറച്ച് സമയം അനുവദിക്കുമെങ്കിൽ സാവകാശമായി ഞങ്ങൾ 4 വർഷം കൊണ്ട് LDFനെ നാമാവിശേഷമാക്കി തരാം എന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ടാണ് TK ഹംസ ഇപ്പൊ വ്യാപകമായി പ്രസംഗിച്ച് നടക്കുന്നത്. വിപ്ലവത്തെക്കുറിച്ച് അറിയില്ല അദ്ദേഹത്തിന് എന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. ആയകാലം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വിപ്ലവ രംഗത്ത് സജീവമായി നിന്ന ഘട്ടത്തിൽ കോൺഗ്രസിന്റെ അധികാര ശീതള ഛായയിലായിരുന്നു TK ഹംസ. അന്ന് കോൺഗ്രസിനോടൊപ്പം നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വിപ്ലവത്തിൽ മേധാവിത്വം കിട്ടി അല്പസ്വല്പം അധികാരം കിട്ടിയപ്പോ അന്ന് കോൺഗ്രസിൽ നിന്ന് വിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേക്കേറി വിപ്ലവത്തെ പെട്ടെന്ന് നശിപ്പിച്ച് കളയാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഞങ്ങളുടെ നേതാക്കന്മാരെ പോലീസ് കസ്റ്റഡിയിൽ പിടിച്ചെടുത്തതെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. പണ്ട് ICS അബ്ദുൽ നാസർ മഅ്ദനി എന്ന മതപണ്ഡിതനെ പിടിച്ച് കോയമ്പത്തൂർ ജയിലിലടച്ചത്, ഭീകരവാദവും തീവ്രവാദവും ആരോപിച്ച് അദ്ദേഹത്തെ ജയിലിലടച്ചത് തന്റെ ഭരണനേട്ടമായി EK നായനാര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ LDFനെ ഇല്ലാതാക്കിയത്, LDFനെ നശിപ്പിച്ചത് എന്റെ ഭരണനേട്ടമായി എന്ന് VS അച്യുതാനന്ദന് പറയേണ്ട ഒരവസ്ഥ LDFകാര് ഉണ്ടാക്കില്ല എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്നുകൂടി പറയട്ടെ, 8 വർഷമുള്ള കേരളമല്ല ഇന്നത്തെ മുസ്ലിം കേരളമെന്ന് ഓർമ്മപ്പെടുത്താൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും മുസ്ലിം വേട്ട നടത്തിയാൽ കൃത്യമായി ഇവിടുത്തെ ജനമനസ്സുകളിൽ വന്നുകൊണ്ട് അതിന്റെ യാഥാർത്ഥ്യം ഞങ്ങൾ പറയും. ഞങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയത്തിന്റെ വ്യത്യാസങ്ങളില്ല. ജമാഅത്ത് ആസ്ഥാനം റെയ്ഡ് ചെയ്താൽ LDF ഇടപെടും, അത് മുസ്ലിം വേട്ടയാണെന്ന് ഞങ്ങൾ പറയും. സിമിയുടെ പേരിൽ ചെറുപ്പക്കാർ വേട്ടയാടപ്പെട്ടാൽ അവിടെ ഞങ്ങൾ ഇടപെടും. കമ്മ്യൂണിസ്റ്റുകാരാ ഞങ്ങൾ ഇടപെട്ടുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും മുസ്ലിം വ്യക്തികൾ തീവ്രവാദം ആരോപിച്ചുകൊണ്ട് ലെറ്റർ ബോംബിന്റെ പേരിൽ വേട്ടയാടപ്പെട്ടാൽ ഇത് മുസ്ലിം വേട്ടയാണെന്ന് ഞങ്ങൾ പറയും. കോയ എന്ന ഒരു പേരുള്ളത് കൊണ്ട് ഒരു കളിത്തോക്ക് കൊണ്ടുവന്നതിന്റെ പേരിൽ തീവ്രവാദം ശക്തിപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം സമുദായത്തെ അപകടപ്പെടുത്തുവാനുള്ള കമ്മ്യൂണിസത്തിന്റെ തന്ത്രമാണ് എന്ന് ഞങ്ങൾ പറയും. അവിടെ ജമാഅത്ത് ആസ്ഥാനം ആക്രമിക്കുമ്പോ അവർ അതനുഭവിക്കേണ്ടവരും കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവരുമാണ് എന്ന് പറയുന്ന സ്വഭാവം LDFനില്ല. LDFനെ ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ മറ്റൊരാളാൽ ജമാഅത്ത്